ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സത്യമോൾ ശാലിനിയോട് പറയുന്നുണ്ട് പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പടം വരപ്പിക്കാൻ പോയതാണെന്ന്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അമ്മ തന്നെ പറയാനെന്ന് പറയുന്നു. ശാരദാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് കറക്റ്റ് ആളോട് തന്നെയാണ് മോള് ചോദിക്കുന്നതെന്ന്. ശാലിനി അപ്പോൾ സത്യ വഴക്ക് പറയാണ് പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ ജോലി നീയാണോ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് വല്ലതും പറയണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി വഴക്ക് പറയുന്നുണ്ട്. അതേ സമയത്ത് സത്യാമ്മയാണെങ്കിൽ പപ്പി മോളെയും വഴക്ക് പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെ പേരിൽ. നീ ഒരു വാൽമാക്രീഡ് അത്രയല്ലേ ഉള്ളൂ, ഇപ്പോഴേ നീ പോലീസ് സ്റ്റേഷനിൽ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നു. സത്യമ്മ പറയുന്നുണ്ട് പപ്പി മോളെ എല്ലാരും കൂടെ ലാളിച്ച് വഷളാക്കിയെന്നൊക്കെ. വിഷ്ണു ഇപ്പോൾ പറയുന്നുണ്ട് അവൾ ഒരു കുട്ടിയല്ലേ, ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, അത് മാത്രമല്ല അവൾ ചെയ്തത് തെറ്റായിട്ട് എനിക്കും തോന്നുന്നില്ലെന്നൊക്കെ പറയുന്നു. സത്യാമ്മ ഇപ്പോൾ പറയണം ആരെങ്കിലും നിന്റെ അവളെ കണ്ടുപിടിച്ച് തന്നാൽ നിനക്ക് അത്രയ്ക്ക് സന്തോഷം, അതുകൊണ്ട് നിനക്കതൊന്നും പ്രശ്നമല്ലല്ലോ എന്നൊക്കെ പറയുന്നു. സത്യാമ്മയാണെങ്കിൽ ശ്യാമയും അതുപോലെ രോഹിത്തിനെയും വഴക്ക് പറയുകയാണ്. ഇവളുടെ കാര്യത്തിലൊന്നും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവളെ ശരിക്കും ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നു. ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഇവൾ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും കരുതിയില്ലല്ലോ എന്നൊക്കെ. സത്യാമ്മ ഇപ്പോൾ പറയണ ഇതല്ല ഇതിലും വലുതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോണമെന്നൊക്കെ പറയുന്നു. പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ പോയതെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. സത്യാമ്മ വീണ്ടും പപ്പിയെ വഴക്ക് പറയുകയാണ്. പപ്പി ഇപ്പോൾ കരയുന്നുണ്ട്. വിഷ്ണുവിന്റെ അച്ഛനും സത്യാമ്മയെ വഴക്ക് പറയുന്നുണ്ട് അവൾ ഒരു കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യാമ്മ പപ്പിമോളോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ അടിച്ച് ശരിയാക്കുമെന്നൊക്കെ. അതുകൂടെ കേൾക്കുമ്പോൾ പപ്പിമോൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. കൂടെ ശ്യാമ പോകാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ ശ്യാമയെ തടയുന്നുണ്ട്. കൂടെ ആരും പോകണ്ട എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ശാലിനി അപ്പുറത്ത് സത്യമോളെയും വഴക്ക് പറയുന്നുണ്ട്. ഇത് നിനക്ക് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനിയും ഇതുപോലെ ഒന്നും ചെയ്തേക്കരുതെന്ന് പറയുന്നു. സത്യമോൾ പോയി കഴിഞ്ഞിട്ട് ശാരദാമ്മ ശാലിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിന്റെ പ്രവൃത്തികളാണ് അവളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ പറയുന്നുണ്ട് സത്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എനിക്കും നിനക്കും അറിയാം, പിന്നെ സത്യയുടെ മുന്നിൽ വെച്ച് നിന്നെ വഴക്ക് പറഞ്ഞാൽ അവളുടെ മുന്നിൽ നിനക്ക് വിലയില്ലാതായി പോകുമെന്നൊക്കെ പറയുന്നു. സത്യമോൾ ചേച്ചിയമ്മയെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയത് മനസാക്ഷിയുള്ളത് കൊണ്ടാണ്. നിനക്ക് മാത്രമല്ല അവൾക്കും മനസാക്ഷിയുണ്ട്, നിന്റെ മകള് തന്നെയാണ് അവളും. നീ സ്വന്തം മകളെ ദാനം ചെയ്തവളല്ലേ, അതുപോലെ തന്നെ എല്ലാവർക്കും മനസാക്ഷിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നിന്റെ മനസാക്ഷിക്ക് തോന്നുന്നതാണ് നീ ചെയ്തത്, അതുപോലെ തന്നെ സത്യമോൾക്കും പപ്പിമോൾക്കും അതുപോലെ വിഷ്ണുവിനുമൊക്കെ മനസാക്ഷിക്ക് തോന്നുന്നത് അവരും ചെയ്യുമെന്നൊക്കെ പറയുന്നു. അതൊക്കെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താണ് അവകാശമെന്നൊക്കെ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു. ശാരദാമ്മ പറയുന്നുണ്ട് വിഷ്ണുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകൾ ഞാൻ തീരുമാനിക്കുന്നത് പോലെ വളർന്നാൽ മതി എന്നൊക്കെ. ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഒരു തീരുമാനവും എടുക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്നും പോകുന്നു. ശാലിനി അപ്പോൾ ഒരുപാട് സങ്കടത്തിലാകുന്നു. ശ്യാമ പപ്പിമോൾക്ക് ആഹാരവുമായിട്ട് ചെല്ലുന്നുണ്ട്. പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എത്ര നേരമായി ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുകയാണ്, ആരും എൻ്റെ അടുത്ത് വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. പപ്പി കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങിയിട്ട് പറയുന്നുണ്ട് എൻ്റെ പപ്പിമോൾ കഴിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. വിഷ്ണു പപ്പിമോളോട് പറയുന്നുണ്ട് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മോള് വാ തുറന്ന് ആഹാരം കഴിക്കുമെന്ന്. പപ്പിമോൾ അപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ട്. പപ്പിയാണെങ്കിൽ വല്യച്ഛനും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വല്യച്ഛനെയും കഴിപ്പിക്കുന്നുണ്ട്. പപ്പി ചോദിക്കുന്നുണ്ട് വല്യച്ഛന് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന്. വല്യച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പപ്പിമോളെയാണെന്ന്. പപ്പിമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചി അമ്മയോ എന്ന്. വിഷ്ണു അപ്പോൾ ചേച്ചി അമ്മയും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. പപ്പിമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് ചേച്ചി അമ്മയെ അന്വേഷിക്കാത്തതെന്ന്. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി അമ്മയെ ഒരുപാട് അന്വേഷിച്ചതാണ്, പക്ഷെ കാണുന്നില്ല എന്നൊക്കെ. പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് രാത്രി ശാലിനിയുടെ കൂടെ കിടന്നുറങ്ങുന്ന സത്യയാണെങ്കിൽ രാത്രിയിൽ സ്വപ്നം കണ്ട് പേടിച്ചെഴുന്നേക്കുന്നുണ്ട്. ശാരദാമ്മയും അവിടെ കൂടി വരുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതാണ്, നല്ല ചൂടുമുണ്ടെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ സത്യമോൾക്ക് സിറപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കിടത്തുന്നു. ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ. പപ്പിയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് സത്യ അച്ചമ്മ ഒരുപാട് വഴക്കു പറഞ്ഞു, അതുകൊണ്ട് സ്കൂളിൽ വരുമോ എന്ന് അറിയത്തില്ല, ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാതെ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്.
ശ്യാമ ഫോൺ കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പപ്പി സത്യയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. സത്യ അപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ എനിക്ക് പനി വന്നായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, സ്കൂളിൽ വരുമെന്നൊക്കെ പറയുന്നു. പപ്പി പറയുന്നുണ്ട്, എന്റെ അച്ഛമ്മ സത്യയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, എല്ലാത്തിനും സോറി എന്നൊക്കെ പറയുന്നു. സത്യ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ചേച്ചിയമ്മയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ സംഭവിച്ചത്, അതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നു. പപ്പി അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചിയമ്മയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. സത്യ അപ്പോൾ പറയുന്നുണ്ട്, ഒരു വഴിയുണ്ടെന്ന്. പോലീസുകാരൻ ചേച്ചിയമ്മയുടെ പടം കളഞ്ഞില്ല, പക്ഷെ ആ ചിത്രകാരനങ്കിളിനാണെങ്കിൽ ചേച്ചിയമ്മയുടെ പടം ഇനിയും വരയ്ക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നു. ആ അങ്കിളിന്റെ വീട് മീൻപാറയെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവിടെ പോയിട്ട് അങ്കിളിനെ കൊണ്ട് വരപ്പിക്കാമെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്